ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ, IO ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇൻ്റർഫേസ് ചെയ്യുന്നതെന്നാണ് നമ്മളിതിൻ്റെ അത് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, 1 minute. Okay, so IO organization. എന്താണ് IO organization? So input-output subsystem of a computer provides an efficient method of communication between the central system and the outside environment. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. IO യൂണിറ്റ് എന്ന്, ഇൻപുട്ട് യൂണിറ്റ് എന്ന്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയും. ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോഗ്രാംസും ഡേറ്റയും അക്സെപ്റ്റ് ചെയ്യും. ദെൻ ആ പ്രോസസ്സ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത ഡേറ്റയെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് യൂസറിന് ഫിസിക്കൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കണമെങ്കിൽ അതിനൊരു ഔട്ട്പുട്ട് യൂണിറ്റും വേണം. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രിൻ്റർ ആകാം, മോണിറ്റർ ആകാം, ഡിഫറെൻറ്റ് ടൈപ്സ്. ഇപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഇത് എങ്ങനെയാണ് പ്രോസസ്സർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് IO ഓർഗനൈസേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രോഗ്രാം ഡാറ്റ മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ടു കമ്പ്യൂട്ടർ മെമ്മറി ഫോർ പ്രോസസ്സിംഗ് ആൻഡ് റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കമ്പ്യൂട്ടേഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് ഓർ ഡിസ്പ്ലേഡ് ഫോർ ദ യൂസർ. ഇതാണ് വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ആൻ IO ഓർഗനൈസേഷൻ ഓർ IO സിസ്റ്റം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് മാത്രം പറഞ്ഞതാണ്. Next, input-output interface provides a method for transferring information between the internal storage and the external IO device. അപ്പോൾ IO ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ സ്റ്റോറേജ് ആൻഡ് ഇൻറ്റേർണൽ സ്റ്റോറേജ്. എക്സ്റ്റേണൽ സ്റ്റോറേജോ എക്സ്റ്റേണൽ IO ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ഇൻറ്റേർണൽ മെമ്മറിയോ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സോ തമ്മിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ഫ്ലോ ആണ് IO ഇൻ്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരിഫറൽസ് കണക്റ്റഡ് ടു കമ്പ്യൂട്ടർ നീഡ് എ സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഫോർ ഇൻ്റർഫേസിംഗ് ദം വിത്ത് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, സോ നമ്മൾ IO ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ പ്രോസസ്സറും തമ്മിലുള്ള കണക്ഷൻ ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസിംഗ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആകാൻ കാരണം, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ പർപ്പസ് ഓഫ് ദിസ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പർപ്പസ്? ടു റിസോൾവ് ദ ഡിഫറൻസസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് ഈച്ച് പെരിഫറൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ മൈക്രോ പ്രോസസ്സർ മോസ്റ്റ് ഓൾ ഓഫ് ദ മൈ പ്രോസസ്സേഴ്സ് ആർ ഓപ്പറേറ്റിംഗ് അറ്റ് വെരി ഹൈ സ്പീഡ്. ഓക്കെ, സോ അതിൻ്റെ ക്ലോക്കിംഗ് സിഗ്നൽസ് എന്ന് പറയുന്നത് മെഗാ ഹെഡ്സിലും ജിഗാ ഹെഡ്സിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ആയിരിക്കും നമ്മളുടെ CPU എന്ന് പറയുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ഇൻപുട്ട് ഡിവൈസ് ആർ സ്ലോ കമ്പയർഡ് ടു ദ ഓപ്പറേഷൻ ഓഫ് പ്രോസസ്സർ. സോ എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്? സോ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് ആ ഡിഫറൻസ് നോക്കാം? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മേജർ ഡിഫറൻസസ് ആർ പെരിഫറൽസ് ആർ ഇലക്ട്രോ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ്. സോ മെമ്മറിയും അല്ലെങ്കിൽ പ്രിൻ്റർ എന്നൊക്കെ പറയുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സും ഇലക്ട്രിക്കൽ പാർട്സും ഇലക്ട്രോണിക് പാർട്സും എല്ലാം കൂടുന്നതായിരിക്കും നമ്മളുടെ പെരിഫറൽസ് അല്ലെങ്കിൽ IO ഡിവൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദ മാനർ ഓഫ് ഓപ്പറേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഓപ്പറേഷൻ ഓഫ് ദ CPU ആൻഡ് മെമ്മറി. സോ മൈക്രോ പ്രോസസ്സറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും മെമ്മറിയും ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളുടെ IO ഡിവൈസസിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ CPU ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇലക്ട്രോണിക് ആണ്. ബട്ട് IO ഡിവൈസ് എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്, കോംബോ ആണ്, ഇലക്ട്രോ മെക്കാനിക്കലാണ്. ദെയർഫോർ എ കൺവേർഷൻ ഓഫ് സിഗ്നൽ വാല്യൂസ് മേ ബി റിക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IO ഡിവൈസ് എല്ലാം ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത് ASCII മെത്തേഡിലായിരിക്കും, ASCII വാല്യൂയിലായിരിക്കും. ദെൻ IO ഡിവൈസിൽ നിന്ന് വരുന്ന ASCII വാല്യൂ നമ്മൾ കൺവേർഷൻ ചെയ്യുന്നത്, ഡാറ്റ കൺവേർഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഇൻസൈഡ് ദ മെമ്മറി ASCII-ലാവില്ല, BCD-ലായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോമാറ്റ്സിലായിരിക്കാം. സോ ദർ വിൽ ബി എ ഡാറ്റ ഫോമാറ്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ CPU ആൻഡ് ദ IO ഡിവൈസ്. അതുകൊണ്ട് നമുക്ക് വി നീഡ് എ സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇൻ വേർ ദർ വിൽ ബി എ സിഗ്നൽ കൺവേർഷൻ. The data transfer rate of peripherals is usually slower than the transfer rate of the CPU and consequently a synchronization mechanism may be needed. എന്താണ് ഈ സ്പെഷ്യൽ പർപ്പസിൻ്റെ റീസൺ എന്നൊന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ്. special interface. Why do we need a special interfacing between special kind of interfacing between the IO and the CPU എന്ന് ചോദിച്ചത്. The data transfer rate, the speed രണ്ടിൻ്റെയും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അത് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ആൻഡ് റിസപ്ഷൻ സിങ്ക്രണൈസേഷൻ വേണ്ടിയിട്ട് ഒരു സിങ്ക്രണൈസിങ് മെക്കാനിസം നമ്മൾക്ക് വേണ്ടി വരും.
Data codes and formats in peripherals differ from the word format in the CPU and the memory. രണ്ടിലെയും ഡാറ്റ ഫോമാറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് കോഡ്സ് ആയിരിക്കും ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് മോഡ്സ് ഓഫ് പെരിഫറൽസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഈച്ച് മസ്റ്റ് ബി കൺട്രോൾഡ് സോ ആസ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ഓപ്പറേഷൻ ഓഫ് അതർ പെരിഫറൽസ് കണക്റ്റഡ് ടു ദ CPU. ഓക്കെ, സോ ഇൻപുട്ട് ഡിവൈസിൻ്റെ ഡാറ്റ ഫ്ലോ ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്കുള്ള ഡാറ്റ ഫ്ലോയെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടായിരിക്കണം. സോ ഇൻപുട്ട് ഡിവൈസിലേക്ക് വരുന്ന ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് പോകുന്ന ഡാറ്റ ഒരു കാരണവശാലും ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ഗോ ടു ദ പ്രോസസ്സർ. അതുപോലെ പ്രോസസ്സിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന ഡാറ്റ ഇൻപുട്ട് വരുന്ന ഡാറ്റയായിട്ട് മിക്സ് ആകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഗോ ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്. സോ ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കൺട്രോൾ സിസ്റ്റവും ഒരു ഇൻ്റർഫേസിംഗ് മെക്കാനിസം നമ്മൾക്ക് ആവശ്യമാണ്. Then, to resolve these differences, computer system includes special hardware components between the CPU and the peripherals to supervise and synchronize all input-output transfers. So, ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു സെക്ഷനായിട്ട് ഒരു ഇൻ്റർഫേസിംഗ് മൊഡ്യൂൾ തന്നെ ഉണ്ടായിരിക്കും, IO ഇൻ്റർഫേസിംഗ് മൊഡ്യൂൾ തന്നെ ഉണ്ടായിരിക്കും. ദാറ്റ് യൂണിറ്റ് വിൽ മാനേജ് ദ ഡാറ്റ ഫ്ലോ ടു ആൻഡ് ഫ്രോ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് ദ IO ഡിവൈസ്. ഒരു സെപ്പറേറ്റ് യൂണിറ്റ്സ് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. These components are called interface units because the interface between the processor bus and the peripheral devices. സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ ബസ്സും അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും തമ്മിലുള്ള ഇൻ്റർഫേസിംഗ് ആണ്. സോ ഇവിടെ നമുക്ക് IO ഡിവൈസ് ഉണ്ടായിരിക്കും, ഇവിടെ ഡാറ്റ ബസ് ഉണ്ടാവും ഇൻസൈഡ് ദ പ്രോസസ്സർ. ദർ ഈസ് ആൻ ഇൻ്റർഫേസ് ഇൻ ബിറ്റ്വീൻ ദം. ഈ ഇൻ്റർഫേസിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഇൻ്റർഫേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ഇൻ്റർഫേസ് യൂണിറ്റ്സ് ആർ കേപ്പബിൾ ഓഫ് ഡീകോഡിംഗ് ദ അഡ്രസ്, managing the data flow to and fro to the microprocessor, etc. Okay, so each device may have its own controller that supervises the operation of the particular mechanism in the peripheral. So കീബോർഡിൻ്റെ കൺട്രോൾ മെക്കാനിസം ആയിരിക്കില്ല മോണിറ്ററിനുള്ള കൺട്രോൾ മെക്കാനിസം. സോ ഓരോ ഡിവൈസിനും അതിൻ്റേതായ കൺട്രോൾ മെക്കാനിസവും ഡീകോഡിംഗ് മെക്കാനിസവും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു അഡ്രസ്സിലുള്ള ഡിവൈസ് വേറൊരു അഡ്രസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് രണ്ടും അഡ്രസ്സ് ആയിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് അഡ്രസ് വി നീഡ് ടു പ്രൊവൈഡ് ഫോർ ഈച്ച് പെരിഫറൽ ഡിവൈസസ്. സോ ഇതാണ് ഒരു പ്രോസസ്സറിൽ ഉള്ള ഇൻ്റർഫേസിംഗ് മെക്കാനിസം. സോ ഇതാണ് നമ്മളുടെ മൈക്രോ പ്രോസസ്സർ. സിസ്റ്റം ബസ് ഉണ്ട്, സിസ്റ്റം ബസ്സിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്, ഡാറ്റ ബസ്, അഡ്രസ് ലൈൻസ് ആൻഡ് കൺട്രോൾ ബസ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാണ് എന്താണ് ഈ ബസ് എന്നൊക്കെ പറയുന്നത്. സോ ബേസിക്കലി നമ്മളതിന് IO ബസ് എന്നാ പറയുക. IO ബസ്സിൻ്റെ ഡാറ്റ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഓക്കെ, ദെൻ കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ ടെർമിനൽ. അപ്പോൾ കീബോർഡ് IO ഡിവൈസ് ഇൻപുട്ട് ഡിവൈസാണ്, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസാണ്. അതിന് ഇൻ്റർഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ലൈൻസും പ്രോസസ്സിൻ്റെ ഡാറ്റ ലൈൻസും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കൺവേർഷൻ, ഒരു കൺട്രോളിംഗ് മെക്കാനിസം. അതുപോലെ പ്രിൻ്റർ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റേതായ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ടെങ്കിൽ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഡിസ്ക് നമ്മുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് അതിൻ്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇങ്ങനെ ഓരോ യൂണിറ്റും ഓരോ IO ഡിവൈസിനെയും ഓരോ എക്സ്റ്റേണൽ ഡിവൈസിനെയും മാനേജ് ചെയ്യാനായിട്ട് വി നീഡ് ടു പ്രൊവൈഡ് ഇറ്റ്സ് ഓൺ ഇൻ്റർഫേസിംഗ് കൺട്രോൾ മെക്കാനിസം. ഇതാണ് ഒരു IO ഡിവൈസിൽ വരുന്നത്. ഓക്കെ, so to communicate with a particular device, the processor places the device address on the on the address lines. So എങ്ങനെയാണ് ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്ങനെയാണ് കൺട്രോൾ മെക്കാനിസം കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദ പ്രോസസർ വാണ്ട്സ് ടു റീഡ് എ ഡാറ്റ ഫ്രം ദ കീബോർഡിൻ്റെ ഡാറ്റ റീഡ് ചെയ്യണം. സോ കീബോർഡിൻ്റെ അഡ്രസ്സ് ആദ്യം എന്ത് ചെയ്യും, പ്രോസസ്സർ അതിൻ്റെ അഡ്രസ് ബസ്സിലേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, അഡ്രസ് ബസ്സിലേക്ക് ഔട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൺട്രോൾ ലൈൻസും പ്രോപ്പറായിട്ട് സിഗ്നൽസ് കൊടുത്തിരിക്കണം. ഓക്കെ, വരുന്ന റീഡ് ചെയ്യേണ്ട ഡാറ്റ മെമ്മറിയിൽ നിന്നല്ല IOയിൽ നിന്നാണ്. സോ മെമ്മറി ആൻഡ് IO 2 തരം ലൈൻസ് ഉണ്ടായിരിക്കും കൺട്രോൾസിൽ. അതിൽ IO എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന സിഗ്നൽ ആയിരിക്കണം പ്രോസസ്സറിൻ്റെ കൺട്രോൾ സെക്ഷൻ ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം അഡ്രസ്സ് ഇനിഷ്യലൈസ് ചെയ്യും, ദെൻ IO ആണെന്ന് അറിയാനായിട്ട് IO സിഗ്നൽ കൊടുക്കും, ദെൻ ഇറ്റ് ഷുഡ് റീഡ് സിഗ്നൽ. നമുക്കൊരു റീഡ് സിഗ്നൽ കൂടി പ്രോസസ്സർ ഇഷ്യൂ ചെയ്യും. സോ ഈ 2 സിഗ്നൽസും വന്നു കഴിയുമ്പോൾ ഈ ഇൻ്റർഫേസ് യൂണിറ്റിന് മാത്രം മനസ്സിലാകും വന്നിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത്, വന്നിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് കീബോർഡിനുള്ളതാണ്. സോ സെയിം ടൈം പ്രിൻ്ററിലേക്കുള്ള അഡ്രസ്സിലേക്കും സെയിം അഡ്രസ് ലൈൻസ് വരും. പക്ഷേ ദിസ് ഇൻ്റർഫേസ് യൂണിറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഇൻകമ്മിങ് അഡ്രസ് ലൈൻസ്, അഡ്രസ് ഇൻഫർമേഷൻ ഇപ്പോൾ ഉള്ളത് ഈ പ്രിൻ്ററിന് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഈ ഇൻ്റർഫേസ് ഡിസേബിൾ ആകും. അതുപോലെ ഈ എല്ലാ ഇൻ്റർഫേസും ഡിസേബിൾ ആകും എക്സെപ്റ്റ് ദ ഇൻ്റർഫേസ് ഫോർ കീബോർഡ് ഇൻ്റർഫേസിന് മാത്രം അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ കീബോർഡിൻ്റെ പാത്ത് എനേബിൾ ആകും. ഡാറ്റ റീഡ് ചെയ്യാനുള്ള പൾസ് വരുമ്പോൾ ഡാറ്റ അതിൻ്റെ ബഫറിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രജിസ്റ്ററിൽ നിന്ന് റീഡ് ചെയ്തിട്ട്
അത് ഡാറ്റാ ബസ്സിലേക്ക് കൊടുക്കും. സോ ദാറ്റ് ഈസ് ദ ഓപ്പറേഷൻ. അതാണ് ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ പർട്ടിക്കുലർ ഡിവൈസ് ദ പ്രോസസർ പ്ലേസ് ദ ഡിവൈസ് അഡ്രസ് ഓൺ ദ അഡ്രസ് ലൈൻസ്. വെൻ ദ ഇൻ്റർഫേസ് ഡിറ്റക്ട്സ് ഇറ്റ്സ് ഓൺ അഡ്രസ്, ഒരു ഇൻ്റർഫേസ് ഉണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കീബോർഡിൻ്റെ ഇൻ്റർഫേസ് അതിൻ്റെ അഡ്രസ് ആണെന്നത് മനസ്സിലാകുമ്പോൾ ഇറ്റ് ആക്ടിവേറ്റ്സ് ദ പാത്ത് ബിറ്റ്വീൻ ദ ബസ് ലൈൻസ് ആൻഡ് ദ ഡിവൈസ് ദാറ്റ് ഇറ്റ് കൺട്രോൾസ്. സോ ബസ് നമ്മൾ വന്നിരിക്കുന്ന ഡാറ്റ അഡ്രസ് ലൈൻസിൽ ഇൻ്റർഫേസ് മെക്കാനിസം ഫോർ കീബോർഡ് ആണെങ്കിൽ അത് കീബോർഡ് ഇൻ്റർഫേസ് മെക്കാനിസത്തിന് മനസ്സിലാകും. അത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീബോർഡിനെ അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റാ ബസ്സിലേക്ക് ഇൻ്റർഫേസ് ഉണ്ട്. ഓൾ പെരിഫറൽ ഹൂസ് അഡ്രസ് ഡസ് നോട്ട് കറസ്പോണ്ട്സ് ടു ദ അഡ്രസ് ഇൻ ദ ബസ് ആർ ഡിസേബിൾഡ് ബൈ ദെയർ ഇൻ്റർഫേസ്. സോ കീബോർഡിലേക്കുള്ള അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മറ്റ് ഇൻ്റർഫേസ് യൂണിറ്റ്സ് എല്ലാം കറസ്പോണ്ടിങ് ഇൻ്റർഫേസിങ് ഡിവൈസിനെ ഡിസേബിൾ ചെയ്യും. ഓൺലി കീബോർഡ് വിൽ ബി എനേബിൾഡ്. So at the same time that the peripheral, the address is made available in the address lines, the processor provides a function code in the control lines. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആദ്യം അഡ്രസ് ലൈൻസ് കൊടുക്കും. അഡ്രസ് ലൈൻസിന് വരുമ്പോൾ കീബോർഡിൻ്റെ ഇൻ്റർഫേസ് അത് മനസ്സിലാകും അത് കീബോർഡിന് വേണ്ടിയിട്ടാണെന്ന്. അത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ലൈൻസിൽ വരുന്ന അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് റീഡ് ബാർ എന്ന് പറയുന്ന സിഗ്നൽ ആയിരിക്കും. ഇൻ്റർഫേസ് സെലക്ടർ റെസ്പോൺസ് ദ ഫംഗ്ഷൻ കോഡ് ആൻഡ് പ്രൊസീഡ്സ് ടു എക്സിക്യൂട്ട് ഇറ്റ്. സോ കീബോർഡ് റീഡ് ബാർ എന്ന് പറയുന്ന സിഗ്നൽ കീബോർഡിലേക്ക് വരുമ്പോൾ കീബോർഡിലുള്ള ബഫറിലെ ഡാറ്റ പ്രസ് ചെയ്തേക്കുന്ന ഡാറ്റ അതിൻ്റെ ഡാറ്റാ ബസ്സിലേക്ക്. ദ ഫംഗ്ഷൻ കോഡർ ഈസ് റെഫേർഡ് ടു ആൻ IO കമാൻഡ്. അപ്പോൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്ത കോഡ് എന്ന് പറയുന്നതിന് IO കമാൻഡ് എന്നാ പറയുക, IO സിഗ്നൽ. നേച്ചർ ഓഫ് ദ കമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെരിഫറൽ ദാറ്റ് ദ പ്രോസസർ ഈസ് അഡ്രസ്സിങ്. എന്ത് സിഗ്നലാണ്, ഇതെല്ലാം കൺട്രോൾ യൂണിറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്താണ് അഡ്രസ് കൊടുക്കേണ്ടത്, എന്ത് സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റീഡ് ചെയ്യാനുള്ള സിഗ്നലാണോ, റൈറ്റ് ചെയ്യാനുള്ള സിഗ്നലാണോ, മെമ്മറിയിൽ നിന്നാണോ റീഡ് ചെയ്യേണ്ടത്, IOയിൽ നിന്നാണോ റീഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ യൂണിറ്റിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും, കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും ഈ സിഗ്നൽസിലെല്ലാം മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ 4 types ഓഫ് കമാൻഡ്സ് ദാറ്റ് ഇൻ്റർഫേസ് മേറ്റ് യു റിസീവ്. ഒരു ഇൻ്റർഫേസിന് കിട്ടാവുന്ന 4 തരം കമാൻഡ്സ് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചു തന്നെയാണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ദേ ആർ ക്ലാസിഫൈഡ് ആസ് കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്, സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ട്, ഡാറ്റ ഔട്ട്പുട്ട് സിഗ്നൽസ് ഉണ്ട്, ഡാറ്റ ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ഈ ഡാറ്റ ഫ്ലോ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ IO ഇൻ്റർഫേസിന് 2 തരം IO ഡിവൈസ് ഉണ്ട്, IO ഇൻ്റർഫേസിംഗ് ഉണ്ട്. ഒന്നിന് സിങ്ക്രണസ് IO. ഇൻ ദിസ് സ്കീം CPU executes waits while IO proceeds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണസ് IO എന്ന് പറയുന്ന ഓപ്പറേഷനിൽ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് അത് സിങ്ക്രണസ് IO ആണോ അസിങ്ക്രണസ് IO ആണോ എന്ന് മനസ്സിലാകും. സിങ്ക്രണസ് IO ആണെങ്കിൽ പ്രോസസ്സർ എക്സിക്യൂഷൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനാണ്, ഇത് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെമ്മറി അല്ലെങ്കിൽ IO ഓപ്പറേഷനാണ്. IO ഓപ്പറേഷൻ ആകുമ്പോൾ ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ ആ ഓപ്പറേഷൻ, അതായത് IOയിൽ നിന്ന് റീഡ് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ ഓപ്പറേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം പ്രൊസീഡ് ചെയ്യുന്നത്. സോ CPU എക്സിക്യൂഷൻ വിൽ സസ്പെൻഡഡ് until the execution is completed. അങ്ങനെയുള്ള ഓപ്പറേഷനാണ് സിങ്ക്രണസ് IO എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് അസിങ്ക്രണസ് IO ആണ്. IO പ്രൊസീഡ്സ് കൺകറൻ്റ്ലി വിത്ത് CPU എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈക്രോ പ്രോസസ്സർ ഉണ്ടായിരിക്കും, നമ്മളുടെ IO ഡിവൈസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ വന്നു, അത് ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഡാറ്റ എടുക്കാനാണ്. ആ ഇൻസ്ട്രക്ഷൻ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും, പ്രോപ്പറായിട്ടുള്ള കമാൻഡ്സ് എല്ലാം ഇഷ്യൂ ചെയ്യും. ദെൻ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു IO ഓപ്പറേഷനായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഈ IO കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യാതെ അടുത്ത ഇൻസ്ട്രക്ഷൻസിലേക്ക് അത് പോകും. സോ അതുകൊണ്ട് തന്നെ അസിങ്ക്രണസ് IO എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും, ഇത് സ്ലോ ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ദ സിസ്റ്റം ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. സോ നമുക്കിവിടെ പഠിക്കാനുള്ളത് സിങ്ക്രണസ് IOയും അസിങ്ക്രണസ് IO എന്താണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വിൽ ബിഗിൻ വിത്ത് സിങ്ക്രണസ് IO. There are 3 bus lines in computer. So synchronous IO നമ്മൾ ഇതുവരെ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സിങ്ക്രണസ് IO എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് തന്നെയാണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വരുന്ന 3 സിഗ്നൽസ് ആണ് അഡ്രസ് ലൈൻസ്, ഡാറ്റ ലൈൻസ് ആൻഡ് കൺട്രോൾ ലൈൻസ് എന്ന് പറയുന്നത്. ദ സിങ്ക്രണസ് ട്രാൻസ്ഫർ സിസ്റ്റം ഓൾസോ ഹാവ് എ ടൈമിംഗ് ഇൻഫോ കോൾഡ് സിങ്ക്രണസ് പൾസ്. സോ ഈ കൺട്രോൾ സിഗ്നൽസിൽ വരുന്ന ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു സിഗ്നലാണ് ഒരു സിങ്ക്രണസ് പൾസ് എന്ന് പറയുന്നത്. അത് പ്രോസസ്സറിൻ്റെ ക്ലോക്ക് തന്നെയായിരിക്കും ഈ സിങ്ക്രണസ് പൾസ് എന്ന് പറയുന്നത്, പ്രോസസ്സേഴ്സ് ക്ലോക്ക്. സോ ഓൾ ഓപ്പറേഷൻസ് വെദർ റീഡ് ഓർ റൈറ്റ് ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ്
IO device is controlled with a system clock. So system clock in the high to low transition proportion ആയിട്ടായിരിക്കും ഈ എല്ലാ ഓപ്പറേഷനും ഇതിൻ്റെ അകത്ത് സിങ്ക്രണൈസ് ചെയ്യുന്നത്. സോ ഒരു സിങ്ക്രണൈസിങ് പൾസ് ഉണ്ടായിരിക്കും ദാറ്റ് സിങ്ക്രണൈസ് ദ ഓപ്പറേഷൻ ഓഫ് പ്രോസസ്സർ ആൻഡ് ദ IO ഡിവൈസ്. അതിനാണ് സിങ്ക്രണസ് data operational synchronous IO എന്ന് പറയുന്നത്. Then during the data transfer, one device play the role of master and initiates the data transfer. Okay, so ഇവിടെ കേസിലെ IO device ആണ് synchronous IO എന്ന് പറയുന്നത്. പ്രോസസ്സർ ആയിരിക്കും മാസ്റ്റർ എന്ന് പറയുന്നത്. മാസ്റ്റർ ആണ് ഈ IO ഓപ്പറേഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യുക. Okay, then the device addressed by the master is called slave or target. So നമ്മൾ പറഞ്ഞു മാസ്റ്റർ അല്ലെങ്കിൽ പ്രോസസ്സർ ഏത് ഡിവൈസ് ആണോ ഡാറ്റ റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഡിവൈസിലേക്കാണോ ഡാറ്റ ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ് ബസ്സിലേക്ക് റൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ അഡ്രസ്സ് റൈറ്റ് ചെയ്യുമ്പോൾ ഏതിൽ അഡ്രസ്സാണോ ഇൻ്റർഫേസ് റെക്കഗ്നൈസ് ചെയ്തത് ആ ഡിവൈസസിനെ അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻ്റർഫേസസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് സ്ലേവ്. സോ നമുക്ക് ഇവിടെ മാസ്റ്റർ ആൻഡ് സ്ലേവ് സിസ്റ്റമാണുള്ളത്. മാസ്റ്റർ ഇനീഷ്യേറ്റ്സ് ദ ഡാറ്റ ട്രാൻസ്ഫർ, സ്ലേവ് വിൽ ഒബേ ദാറ്റ്. മാസ്റ്റർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലേവ്സ് എല്ലാം ഡാറ്റ കൊടുക്കും. ഓക്കെ, സോ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിങ് ഏജൻസി ഉണ്ടായിരിക്കും. ആ ഏജൻസിയാണ് നമ്മളുടെ പ്രോസസ്സർ എന്ന് പറയുന്നത്, ഏജൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് കോൾഡ് മാസ്റ്റർ. In synchronous IO, all devices are under the control of one common clock signal. പറഞ്ഞു ഒരു synchronous IOയ്ക്ക് ഒരു synchronizing pulse ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഇങ്ങനെ ഒരു ഹൈ ലോ പൾസ് എന്ന് പറയുന്ന സിഗ്നൽ ആയിരിക്കും നമ്മളുടെ ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിസ്റ്റം ക്ലോക്ക്. സെയിം ഫ്രീക്വൻസിയിലായിട്ടും ഒരു സിഗ്നൽ ആയിരിക്കും നമ്മളുടെ ക്ലോക്കിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഫിസിക്കലി കണക്റ്റഡ് ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് ദ പെരിഫറൽ ഡിവൈസസ്. ഈക്വൽ സ്പേസ്ഡ് പൾസസ് ഓൺ ദ ക്ലോക്ക് സിഗ്നൽ എൻഷുർ ഈക്വൽ ടൈമിംഗ്. സോ ഇവിടെ ഉള്ളായിരുന്ന ഈ ഡ്യൂറേഷൻ, ഫസ്റ്റ് ക്ലോക്ക് പൾസിലെ ഹൈ ഡ്യൂറേഷൻ അതേ ഡ്യൂറേഷൻ തന്നെയായിരിക്കും ലോ സ്റ്റേറ്റിലുണ്ടാകുന്നത്. ഈ ഡ്യൂറേഷൻസ് എല്ലാം സെയിം ആയിരിക്കും. സോ ഇത് ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസും അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷനും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ എല്ലാ ഡിവൈസിനും മാസ്റ്ററും സ്ലേവിലും വർക്ക് ചെയ്യുന്നത് സെയിം ടൈമിങ്ങിലായിരിക്കും എന്ന് ഉറപ്പാക്കുന്നതാണ് നമ്മുടെ ഈ സിഗ്നൽ അല്ലെങ്കിൽ ക്ലോക്കിംഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. So equal timing for everyone. During a bus cycle on data transfer takes place ideally. One data transfer during a bus cycle, one data transfer takes place ideally. ഒരു ബസ് സൈക്കിൾ എന്ന് പറയുന്നത് ആ ഡ്യൂറേഷനിൽ ഒരു കംപ്ലീറ്റ് ഡാറ്റ ട്രാൻസ്ഫർ സംഭവിച്ചിരിക്കും. ഐഡിയലാണ്, കേസ് അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണ് ഒരു സിങ്ക്രണസ് IO ട്രാൻസ്ഫറിൽ ഉണ്ടാകുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സിസ്റ്റം ക്ലോക്ക് ഒരു കംപ്ലീറ്റ് ടൈം പീരീഡാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റൻറ്റിനെ T0 എന്നും ഇൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ ഹൈയിൽ നിന്ന് ഹൈയിൽ നിന്ന് ലോയിലേക്കുണ്ടാകുന്ന ട്രാൻസിഷൻ വരുന്നതിന് അതിനെ ക്രോസ് ഓവർ പോയിൻ്റ് എന്ന് പറയും. ക്രോസ് ഓവർ പോയിൻറ്റിലെ ഇൻസ്റ്റൻറ്റിന് T1 എന്നും ദെൻ സെക്കൻഡ് ക്രോസ് ഓവർ വീണ്ടും ഹൈയിലേക്ക് പോകുന്ന അതേ സ്റ്റേറ്റിനെ T2 എന്ന് പറയും. സോ 3 ടൈമിംഗ് ഇൻസ്റ്റൻസ് ആണ് നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ഈ 3 ഇൻസ്റ്റൻസിലായിരിക്കും സിസ്റ്റം ഓരോ ഓപ്പറേഷനും സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു മാസ്റ്റർ ആയിരിക്കും അതിൻ്റെ അഡ്രസ് ബസ്സിലേക്ക് ഏത് ഡിവൈസാണോ ആക്സസ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സിന് ഔട്ട് ചെയ്യും. സോ നമ്മൾ അഡ്രസ് ആൻഡ് കമാൻഡ് സിഗ്നൽസ് ഇവിടെ ഉണ്ടായിരിക്കും. സോ എപ്പോഴാണോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഇൻസ്ട്രക്ഷൻ ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് ഫോർ ആക്സസിങ് ദ IO, ആ സമയത്ത് ആ IO ഇൻസ്ട്രക്ഷൻ കറസ്പോണ്ടിങ് ആയ അഡ്രസ്സ് അതിൻ്റെ അഡ്രസ് ബസ്സിലേക്കും കൺട്രോൾ സിഗ്നൽസിലേക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ അഡ്രസ് ബസ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ജസ്റ്റ് ആഫ്റ്റർ എ സ്മോൾ ഇൻ്റർവെൽ. നമ്മളുടെ സിസ്റ്റം ക്ലോക്ക് ലോയിൽ നിന്ന് ഹൈയിലേക്ക് മാറി അതിനെ പ്രൊപ്പഗേഷൻ ഡിലേ ഇൻ്റർവെൽ എന്നാണ് പറയുക. അതായത് ക്ലോക്കിൽ നിന്ന് നമ്മളുടെ ബസ്സിലേക്ക് സിഗ്നൽ എത്താൻ എടുക്കുന്ന സമയം പ്രോസസർ ഇഷ്യൂ ചെയ്തതിനു ശേഷം ബസ്സിലേക്ക് എത്താൻ. സോ ആഫ്റ്റർ ദാറ്റ് പ്രോപ്പർ സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം അതിനുശേഷം ഉണ്ടാകുന്ന ഈ ഡ്യൂറേഷനിൽ മൈക്രോ പ്രോസസറിൻ്റെ അഡ്രസ് ബസ്സിലേക്ക് നമ്മളുടെ IO ഡിവൈസിൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആയിരിക്കും. അതേ സമയത്ത് തന്നെ ഡാറ്റ റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനോ എന്നുള്ളത് അതും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ യൂണിറ്റാണ് തീരുമാനിക്കുന്നത്. എക്സിക്യൂഷൻ്റെ നേച്ചർ റീഡിംഗ് ആണെങ്കിൽ സെയിം സിഗ്നൽസ് തന്നെ അതിൻ്റെ കമാൻഡ് പൾസും എൻ്റെ കൺട്രോൾ ബസ് കമാൻഡ് പൾസും കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ റീഡ് എന്ന് പറയുന്ന പൾസ് ആയിരിക്കും കൊടുക്കുക. ഈ റീഡ് എന്ന് പറയുന്ന പൾസ് നമ്മളുടെ IO ഡിവൈസിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അത് റീഡ് പൾസ് അക്നോളജ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേ ഇൻസ്റ്റൻറ്റിൽ T1 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ഇവിടെ ഡാറ്റ പ്ലേസ് ചെയ്യും.
ഓക്കെ, സോ ഇവിടെ IO ഡിവൈസിലുണ്ടായിരുന്ന ഡാറ്റ T1 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ അത് പ്ലേസ് ചെയ്തു. വീണ്ടും ക്ലോക്ക് ലോയിൽ നിന്ന് ഹൈയിലേക്ക് മാറുമ്പോൾ ഈ അവൈലബിൾ ആയുള്ള ഡാറ്റാ ബസ് ഇപ്പോൾ ഡാറ്റാ ബസ്സിലാണുള്ളത്. ഡാറ്റാ ബസ് ഇതിന് ജസ്റ്റ് അല്പം മുൻപ് ഈ ഡാറ്റാ ബസ്സിൽ നിന്ന് നിങ്ങളുടെ പ്രോസസ്സർ ആ ഡാറ്റ റീഡ് ചെയ്തിട്ട് അത് എന്ത് ഓപ്പറേഷനാണോ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ രജിസ്റ്ററിലേക്കോ മെമ്മറിയിലേക്കോ അതിനെ സ്റ്റോർ ചെയ്യും. ഈ രീതിയിലാണ് സിങ്ക്രണസ് IO ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് എ ടൈം ഇൻസ്റ്റൻറ്റ് T0 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാസ്റ്റർ ഇഷ്യൂ സ്ലേവ് അഡ്രസ് ആൻഡ് റീഡ് കമാൻഡ് ടു അഡ്രസ് ആൻഡ് കമാൻഡ് ലൈൻസ്. സോ T0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ഞാൻ പറഞ്ഞു അഡ്രസ് ബസ്സിലേക്ക് നമ്മളുടെ മാസ്റ്റർ അല്ലെങ്കിൽ പ്രോസസ്സർ അതിൻ്റെ ഡാറ്റ അഡ്രസ്സും അതിൻ്റെ കമാൻഡും റീഡ് IO റീഡ് ആണെങ്കിൽ റീഡ് കമാൻഡും IO റൈറ്റ് ആണെങ്കിൽ റൈറ്റ് കമാൻഡും അതിൻ്റെ അഡ്രസ് ബസ്സിലേക്കും ഡാറ്റ കൺട്രോൾ ലൈൻസിലേക്കും കൊടുക്കും. ദെൻ ക്ലോക്ക് പൾസ് വിത്ത് T1 T0 മസ്റ്റ് ബി മോർ ദാൻ ദ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് പ്രോസസ്സറിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സിഗ്നൽസ് കറസ്പോണ്ടിങ് മാസ്റ്റർ അല്ലെങ്കിൽ സ്ലേവിൽ എത്താൻ എടുക്കുന്ന സമയം അതിനേക്കാൾ കൂടുതലായിരിക്കണം ഈ T1 to T0 എന്ന് പറയുന്നത്. ഈ ഇൻ്റർവൽ എന്ന് പറയുന്നത് ഷുഡ് ബി മച്ച് മോർ ദാൻ ദ പ്രൊപ്പഗേഷൻ ഡിലേ എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആകുള്ളൂ. സോ ക്ലോക്ക് പൾസ് വിത്ത് T1 T0 മസ്റ്റ് ബി മോർ ദാൻ ദ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം. ഓൺ റിസീവിംഗ് ദ അഡ്രസ് ദ സ്ലേവ് ഡീകോഡ്സ് ദ അഡ്രസ് ആൻഡ് കൺട്രോൾ ലൈൻസ്. ഓക്കെ, സോ അഡ്രസ് എത്തുമ്പോൾ നമ്മളുടെ സ്ലേവിൻ്റെ ഇൻ്റർഫേസിംഗ് യൂണിറ്റ് അഡ്രസ്സിനെ ഡീകോഡ് ചെയ്യും. അത് അതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യും. ദെൻ കൺട്രോൾ സിഗ്നൽസിന് കൺട്രോൾ ലൈൻസിൽ നിന്ന് റീഡ് ചെയ്യും. സ്ലേവ് റെസ്പോൺസ് ടു ദിസ് കൺട്രോൾ സിഗ്നൽ റീഡ് ആണെങ്കിൽ റീഡ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റീഡ് ഓർ റൈറ്റ് അത് നമ്മളുടെ കൺട്രോൾ യൂണിറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് പ്ലേസ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റാ ബസ്. At the end of the T2, master takes the data to its buffer and a Strobe mechanism എന്ന് പറയും. സോ T2ൻ്റെ ലാസ്റ്റ്, അതായത് സിസ്റ്റം ക്ലോക്കിൻ്റെ ലാസ്റ്റ് 1 ബസ് സൈക്കിൾസിൻ്റെ ലാസ്റ്റ് ആയിരിക്കും ഡാറ്റാ ബസ്സിലുള്ള എന്താണോ ഡാറ്റ ആ ഡാറ്റ അതിൻ്റെ പ്രോസസ്സർ യൂണിറ്റിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ മെക്കാനിസം ബൈ വിച്ച് ഡാറ്റ ഫ്ലോസ് ഇൻ ആൻഡ് ഔട്ട് ടു ദ പ്രോസസ്സർ ഇൻ സിങ്ക്രണസ് IO ഓപ്പറേഷൻ. സോ ഇതൊരു ഇൻപുട്ട് ഓപ്പറേഷൻ്റെ കേസാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഓൺലി ഡിഫറൻസ് ഈസ് ഔട്ട്പുട്ട് ഓപ്പറേഷനിൽ റീഡിന് പകരം ഔട്ട്പുട്ട് പൾസ് ആയിരിക്കും റൈറ്റ് ബാർ പൾസ് ആയിരിക്കും വരിക. സോ ഇത് നമ്മളുടെ 8085 മൈക്രോ പ്രോസസ്സറിലുള്ള ഇൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഇൻ എന്ന് പറയുന്ന ഡാറ്റ റീഡ് ചെയ്യാനുള്ള കമാൻഡാണ്. സോ ഇൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഇൻ അഡ്രസ്, ഇതൊരു 8 ബിറ്റ് ആയിരിക്കും. 05 എന്ന് പറയുന്ന അഡ്രസ്. ഈ അഡ്രസ്സിൽ നിന്ന് ഇൻ എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് 05 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് ഒരു ഡാറ്റ റൈറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിഗ്നൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾക്ക് ഈ ആദ്യത്തെ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്ന ഓപ്പറേഷൻ റീഡാണ്. ദെൻ അഡ്രസ് റീഡാണ്, അഡ്രസ് റൈറ്റ് ആണ്, അഡ്രസ് റീഡാണ്, ദെൻ ഡാറ്റ റീഡാണ്. സോ 3 മെഷീൻ സൈക്കിളാണ് വരുന്നത്. ആദ്യം 4, പിന്നെ 3, പിന്നെ 3, അങ്ങനെ 10 മെഷീൻ ക്ലോക്ക് സൈക്കിൾസ് ആണ് ഇൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ബട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണ്. സോ ഓരോ ക്ലോക്ക് പൾസ് വരുമ്പോൾ മൈക്രോ പ്രോസസ്സർ 8085-ന് ലോവർ ഓർഡർ അഡ്രസ്സ് എന്നും ഹയർ ഓർഡർ അഡ്രസ്സ് എന്നും പറയുന്ന 2 അഡ്രസ് ലൈൻസ് ഉണ്ട്. ഈ 2 അഡ്രസ് ലൈൻസിലേക്കും നമ്മളുടെ അഡ്രസ്സ് വരും. സോ ഈ ഇൻസ്റ്റൻസിൽ ഇവിടെ A15 to A15 ആയിരിക്കും. ഇവിടെ A7 to A0 ആയിരിക്കും. ആ സമയത്ത് തന്നെ പ്രോസസ്സർ ഒരു ALE എന്ന് പറയുന്ന പൾസ് ഇഷ്യൂ ചെയ്യും. ALE പൾസ് വരുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് അതിനെ സേവ് ചെയ്യും. ഓക്കെ, അതിന് ശേഷമാണ് റീഡ് പൾസ് എന്ന് പറയുന്ന റീഡ് പൾസ് കൊടുക്കുന്നത്. റീഡ് പൾസ് വരുമ്പോൾ മെമ്മറിയിൽ നിന്ന് എന്താണ് ഇൻസ്ട്രക്ഷൻ്റെ കോഡ് ഇപ്പോൾ 85 ആണെങ്കിൽ 85 എന്ന് പറയുന്ന കോഡ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യും. അത് പ്രോഗ്രാം കൗണ്ടറിലുള്ള അഡ്രസ് ബസ്സിൽ പോയിന്റ് ചെയ്യുന്ന മെമ്മറിയിൽ നിന്നായിരിക്കും റീഡ് ചെയ്യുന്നത്. അത് റീഡ് ചെയ്തതിന് ശേഷം അത് മനസ്സിലാകും ഇത് ഇൻ ഇൻസ്ട്രക്ഷൻ ആണെന്ന്. ഇൻ ഇൻസ്ട്രക്ഷൻ എന്ന് മനസ്സിലാകുമ്പോൾ അടുത്തത് 05 ആണ്. 05 ഇരിക്കുന്ന നെക്സ്റ്റ് ലൊക്കേഷനിലായിരിക്കും. അതിൻ്റെ അഡ്രസ്സ് കൊടുക്കും. എഗെയിൻ റീഡ് പൾസ് കൊടുക്കും. ബൈറ്റ് അതിലേക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകാതെ ആ പോർട്ടിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഡാറ്റ എന്താണ്, അക്യുമുലേറ്ററിലെ കണ്ടന്റ് ആയിരിക്കും. അത് ഇവിടെ ഡാറ്റാ ബസ്സിൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ റൈറ്റിന് കൊടുക്കും. അല്ലെങ്കിൽ അക്യുമുലേറ്റർ റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് പൾസ് വരും. ഓക്കെ, സോ ഇതൊരു ഇൻ ഓപ്പറേഷൻ ആയതുകൊണ്ട്
റൈറ്റ് ബാർ സിഗ്നൽ ഇല്ല, റീഡ് മാത്രമേ ഉള്ളൂ. സോ ഓപ്പ് കോഡ് ഫെച്ച് ചെയ്തു, അഡ്രസ്സ് ഫെച്ച് ചെയ്തു, ഡേറ്റ റീഡ് ചെയ്തു. ഇതാണ് 3 ഓപ്പറേഷൻ. സോ ഇവിടെ 3 നമുക്ക് റീഡാണ് വരുന്നത്. ഇതാണ് ഒരു സിസ്റ്റത്തിലെ പ്രോസസ്സറും ഇൻ്റർഫേസിംഗ് യൂണിറ്റും തമ്മിലുള്ള പൾസസ്, സിങ്ക്രണൈസിങ് പൾസസ്. സോ എവരി ഓപ്പറേഷൻ ഈസ് സിങ്ക്രണൈസ്ഡ് വിത്ത് ദിസ് ക്ലോക്കിംഗ് പൾസ്. ഇതിൻ്റെ T1, T2, T3, T4 ഈ ഇൻസ്റ്റൻസിന് പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും എല്ലാ ഓപ്പറേഷനും അതിൻ്റെ അകത്ത് നടക്കുക. അതുകൊണ്ടാണ് സിങ്ക്രണൈസിങ് പൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിങ്ക്രണസ് IO എന്ന് പറയുന്നത്. ദെൻ ഔട്ട്പുട്ട് ഓപ്പറേഷനും ഇതേപോലെ തന്നെയാണ്, സെയിം ഓപ്പറേഷൻ എക്സെപ്റ്റ് റീഡ് പകരം എന്തായിരിക്കും, നമ്മൾ റൈറ്റ് എന്ന് പറയുന്ന സിഗ്നലായിരിക്കും കൺട്രോൾ യൂണിറ്റ് കൊടുക്കുന്നത്. മാസ്റ്റർ ഇനിഷ്യേറ്റ്സ് ദ ഓപ്പറേഷൻ ബൈ പ്ലേസിംഗ് ദ സ്ലേവ് അഡ്രസ്, T2 ദ അഡ്രസ് ഡിവൈസ് സ്ട്രോപ്പ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റ ബസ് ആൻഡ് ദ സ്റ്റോർ ദം ടു ഇറ്റ്സ് ഡേറ്റ ബസ് ബഫർ. സോ അതാണ് നമ്മളെ സിങ്ക്രണസ് IOയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതേണ്ടി വരും. സോ നെക്സ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത് അസിങ്ക്രണസ് IO ആണ്. അസിങ്ക്രണസ് IO നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റെ അകത്തൊരു synchronizing clock ഉണ്ടാവില്ല, but how we can implement the transfer of data from and to the processor. Okay, in synchronous IO, system start the access of the input output and then wait for it to complete. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് IO ആണെങ്കിൽ ആ IO കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിസ്റ്റം ബിക്കം സ്ലോ എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ IO ഡിവൈസ് എല്ലാം സ്ലോ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനും കുറേ സമയം കൺസ്യൂം ചെയ്യും. സോ നമ്മളുടെ പ്രോസസ്സർ എന്ന് പറയുന്ന ടൈം, അതിൻ്റെ പ്രോസസ്സർ ടൈം എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ദ പ്രോസസ്സർ വിൽ ബി ഇൻ ഇറ്റ്സ് ഐഡിയൽ സ്റ്റേറ്റ്. അത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഒരു ഓപ്പറേഷൻ ചെയ്യാതെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുമായിരിക്കും നമ്മളുടെ പ്രോസസ്സർ സിങ്ക്രണസ് IOയിൽ. ദെൻ ദിസ് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ബ്ലോക്ക് ദ പ്രോഗ്രസ് ഓഫ് പ്രോഗ്രാം വൈൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ പ്രോഗ്രസ് ലീവിംഗ് ദ സിസ്റ്റം ഐഡിയൽ. പറഞ്ഞു കഴിഞ്ഞു, ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ സിസ്റ്റം ഐഡിയൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മളെ പ്രോസസ്സർ ഒരു ഐഡിയൽ സ്റ്റേറ്റിലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. ഇഫ് ദ പ്രോഗ്രാം ഹാവ് മെനി IO ഓപ്പറേഷൻ, മോസ്റ്റ് ഓഫ് ദ ടൈം ദ സിസ്റ്റം വിൽ ബി ഇൻ ഐഡിയൽ സ്റ്റേറ്റ്സ്. സോ കുറേ ലോട്ട് ഓഫ് IO ഓപ്പറേഷൻസ് ഉള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ most of the time our processor will be in its ideal state. Time വെറുതെ വേസ്റ്റ് ആക്കി കളയായിരിക്കും. സോ ഇൻ അസിങ്ക്രണസ് മെത്തേഡ്, സോ ഈ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ അസിങ്ക്രണസ് മെത്തേഡ് ഓഫ് IO ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അസിങ്ക്രണസ് IOയിൽ എന്താണ് സംഭവിക്കുക? ഇൻ അസിങ്ക്രണസ് മെത്തേഡ് സിസ്റ്റം സ്റ്റാർട്ട് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദെൻ പെർഫോം പ്രോസസിംഗ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ ദ IO ടു ബി കംപ്ലീറ്റഡ്. എന്ന് സിമ്പിളായിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് സെൻറ്റൻസിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസിങ്ക്രണസ് മെത്തേഡിലെ സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സർ IO ട്രാൻസ്ഫർ ഇനീഷ്യലൈസ് ചെയ്യും. IO ട്രാൻസ്ഫർ ഇനീഷ്യലൈസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആവുന്നത് വരെ സിസ്റ്റം വെയിറ്റ് ചെയ്യില്ല. അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആ സിസ്റ്റം പോകും. അതായത് വിത്തൗട്ട് കംപ്ലീറ്റിംഗ് ദ ട്രാൻസ്ഫർ സിസ്റ്റം വിൽ ഗോ ഫോർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട്. ഇൻ ദിസ് മെത്തേഡ് ബോത്ത് മാസ്റ്റർ ആൻഡ് സ്ലേവ് യൂസസ് സെപ്പറേറ്റ് ടൈം. ഇതാണ് അവൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സിങ്ക്രണസ് IOയിൽ സെയിം സിങ്ക്രണൈസിങ് പൾസ് ആയിരുന്നു. ഇവിടെ മാസ്റ്ററും സ്ലേവും സെപ്പറേറ്റ് ടൈമിംഗ് സിഗ്നലായിരിക്കും സിങ്ക്രണൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ മെത്തേഡ് അനുസരിച്ച് 2 തരം മെക്കാനിസം ഉണ്ട്. There are 2 methods of asynchronous IO, Strobe mechanism എന്നും handshaking mechanism എന്നുമാണ് അത് പറയുക. സോ 2 മെത്തേഡിൽ 2 ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷൻസിലാണ് ഈ അസിങ്ക്രണസ് IO ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ മെക്കാനിസത്തിനെ സ്ട്രോബ് മെക്കാനിസം എന്നും രണ്ടാമത്തേനെ ഹാൻഡ്ഷേക്കിംഗ് മെക്കാനിസം എന്നും പറയും. ഇനി സ്ട്രോബ് മെക്കാനിസം എന്നത്, സ്ട്രോബ് കൺട്രോൾ മെത്തേഡ് ഓഫ് അസിങ്ക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എംപ്ലോയ്സ് എ സിംഗിൾ കൺട്രോൾ ലൈൻ ടു ടൈമിംഗ് ദ ട്രാൻസ്ഫർ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു സിംഗിൾ കൺട്രോൾ ലൈൻസ്, മാസ്റ്ററും സ്ലേവും തമ്മിൽ ഒരു കൺട്രോൾ ലൈൻ യൂസ് ചെയ്തിട്ടുണ്ടാകും. ആ കൺട്രോൾ ലൈനെ വിളിക്കുന്ന പേരാണ്, അതാണ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, സിങ്ക്രണൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് സ്ട്രോബ് സിഗ്നൽ എന്നാണ് പറയുക. ദ സ്ട്രോബ് മേ ബി ആക്ടിവേറ്റഡ് ബൈ എയ്തർ ദ സോഴ്സ് ഓർ ദ ഡെസ്റ്റിനേഷൻസ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്മ്യൂണിക്കേഷൻ. അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതനുസരിച്ച് ഒന്നെങ്കിൽ സോഴ്സിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ സ്ട്രോബ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ 2 തരം സ്ട്രോബ് മെക്കാനിസം ഉണ്ട്. സോഴ്സ് ഇനീഷ്യേറ്റഡ് സ്ട്രോബ് ഓർ ഡെസ്റ്റിനേഷൻ ഇനീഷ്യേറ്റഡ് സ്ട്രോബ്. സോ സ്ട്രോബ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾക്കിവിടെ മാസ്റ്റർ ഉണ്ട്, സ്ലേവ് ഉണ്ട്. ഓക്കെ, വെനെവർ ദ മാസ്റ്റർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്, ആദ്യം ഇതെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കൊരു കമാൻഡ് കൊടുക്കും. ആ കമാൻഡ് കൊടുത്ത് അത് മനസ്സിലാകുമ്പോൾ, കമാൻഡ് കിട്ടുമ്പോൾ നമ്മളുടെ സ്ലേവിന് മനസ്സിലാകും സം ഡാറ്റ ഈസ് കമ്മിങ്. അപ്പോൾ സ്ലേവ് റെഡിയായി നിൽക്കും, എന്നിട്ട് ഡാറ്റ ആക്സസ് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, സോഴ്സ് ഇനീഷ്യേറ്റഡ് സ്ട്രോബ്. സോ സോഴ്സ് ഇനീഷ്യേറ്റഡ് സ്ട്രോബ് മാസ്റ്ററാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ, മാസ്റ്ററാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ അതിന് സോഴ്സ് ഇനീഷ്യേറ്റഡ് സ്ട്രോബ് എന്നാണ് പറയുക. സോഴ്സ് ഇനീഷ്യേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ. സോഴ്സ് ആയിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ഇനീഷ്യലൈസ് ചെയ്യുക.
Strobe is a single line that informs the destination unit whenever data is available in the bus. So ബസ്സിൽ നമ്മൾ സിസ്റ്റം ബസ്സിൽ ഡാറ്റ അവൈലബിൾ ആയതിനു ശേഷം മാസ്റ്റർ എന്ത് ചെയ്യും അല്ലെങ്കിൽ പ്രോസസർ എന്ത് ചെയ്യും സ്ട്രോബ് എന്ന് പറയുന്ന സിഗ്നൽസ് ആക്ടിവേറ്റ് ചെയ്യും. സോഴ്സ് യൂണിറ്റ് ഫസ്റ്റ് പ്ലേസ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ബസ് ആഫ്റ്റർ എ ബ്രീഫ് ഡിലേ. ആ ഡാറ്റ ബസ്സിൽ കൊടുത്തതിന് ശേഷം അല്പസമയം കഴിഞ്ഞ് നമ്മളുടെ ഡാറ്റ അല്ലെങ്കിൽ സ്ട്രോബ് സിഗ്നൽസ് ആക്ടിവേറ്റ് ചെയ്യും. ഈ സ്ട്രോബ് സിഗ്നൽ ഫിസിക്കലി സ്ലേവായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും. സോ സ്ലേവിന് മനസ്സിലാകും ഡാറ്റ വരുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ റെഡി ആയിട്ട് നിന്നിട്ട് ഡാറ്റാ ബസ്സിലുള്ള ഡാറ്റ പ്രോപ്പർ ടൈമിൽ റീഡ് ചെയ്യും. So the information on the data bus and the strobe signal remains in the active state for a sufficient time period to allow the destination unit to receive the data. So data ബസ്സിലേക്ക് നമ്മളുടെ ഡാറ്റയും സ്ട്രോബും നമ്മൾ പ്രോസസ്സർ കൊടുത്തതിന് ശേഷം സഫീഷ്യൻറ്റ് ടൈം സിസ്റ്റം കൊടുക്കും until the receiver അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് കംപ്ലീറ്റ് ഡാറ്റയെ റിസീവ് ചെയ്തു എന്ന് ആകുന്നത് വരെ. ഡെസ്റ്റിനേഷൻ യൂണിറ്റ് യൂസസ് ദ ഫോളിംഗ് എഡ്ജ് ഓഫ് ദ സ്ട്രോബ് സിഗ്നൽ. സോ സ്ട്രോബ് സിഗ്നൽസിന് കുറച്ച് സമയം മാസ്റ്റർ നമ്മൾ സ്ട്രോബ് സിഗ്നൽ കൊടുത്തിട്ടുണ്ടാകും. സ്ട്രോബ് സിഗ്നൽ ഇനീഷ്യലൈസ് ചെയ്ത് ആദ്യം ഡാറ്റ വന്നു സ്ട്രോബ് സിഗ്നൽ ഹൈ ആയി. ദെൻ ഈ സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ദെൻ കുറച്ച് സമയം കഴിയുമ്പോൾ ദിസ് ടൈം വിൽ ബി സഫിഷ്യൻറ്റ് ഫോർ ഹാൻഡ്ലിംഗ് ദ ഡാറ്റ ബൈ ദ റിസീവർ യൂണിറ്റ്. സ്ട്രോബ് ലോയിലേക്ക് പോകും. ഇത് ലോയിലേക്ക് പോകുമ്പോൾ എന്താണോ നമ്മുടെ ഡാറ്റാ ബസ്സിലുള്ളത് അത് നമ്മളുടെ IO ഡിവൈസിലേക്ക് പോകും. അതിനെയാണ് നമ്മളുടെ സോഴ്സ് ഇനീഷ്യേറ്റഡ് IO എന്ന് പറയുന്നത്. സോഴ്സ് റിമൂവ്സ് ദ കണ്ടന്റ് ഓഫ് ദ ഡാറ്റാ ബസ് ആഫ്റ്റർ ഇറ്റ് ഡിസേബിൾ ദ സ്ട്രോബ് സിഗ്നൽ. സ്ട്രോബ് സിഗ്നൽ ഡിസേബിൾ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഡാറ്റാ ബസ്സിൽ എന്താണോ ഡാറ്റ ഉണ്ടായിരുന്നത് ആ ഡാറ്റ പിന്നെ വേറെ ഏതെങ്കിലും ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ അൺനോൺ ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈബ്രിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഡാറ്റ അവിടുന്ന് നമ്മൾക്ക് അതിന് മുമ്പ് റിസീവർ യൂണിറ്റ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. സോ ഇതാണ് അതിൻ്റെ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. സോ സോഴ്സ് ഉണ്ട്, പ്രോസസ്സർ, IO ഡിവൈസ്, സോ ഡെസ്റ്റിനേഷൻസ്. അത് ഡാറ്റാ ബസ് ഉണ്ട്. ഡാറ്റാ ബസ്സിലേക്ക് ആദ്യം ഡാറ്റ റൈറ്റ് ചെയ്യും. പ്രോസസ്സർ ഡാറ്റാ ബസ്സിലേക്ക് ഡാറ്റ വെനെവർ ഇൻസ്ട്രക്ഷൻ കംസ് ഫോർ IO ഓപ്പറേഷൻ ഡാറ്റ വിൽ ബി റിട്ടേൺ ഇൻ ടു ഡാറ്റ ലൈൻസ്. ഡാറ്റാ ബസ്സിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യും. അല്പസമയം കഴിഞ്ഞ് ആഫ്റ്റർ എ ഷോർട്ട് ഇൻ്റർവെൽ മാസ്റ്റർ അല്ലെങ്കിൽ പ്രോസസർ എന്ത് ചെയ്യും? സ്ട്രോബ് എന്ന് പറയുന്ന പൾസ് ആക്ടിവേറ്റ് ചെയ്യും. ഈ സ്ട്രോബ് പൾസ് റിസീവർ യൂണിറ്റായിട്ട് ഹാർഡ്വെയർ കണക്റ്റഡ് ആയിരിക്കും. ഈ ഹൈ പൾസ് വരുമ്പോൾ റിസീവറിന് മനസ്സിലാകും ഡാറ്റാ ബസ്സിൽ ഇപ്പോൾ ഉള്ള ഡാറ്റയാണ് പ്രോസസ്സറിൻ്റെ ഈ റിസീവറിന് വേണ്ടി അയക്കുന്നതാണ് എന്ന് പ്രോസസ്സറിന് മനസ്സിലാകും. സോ ഈ റിസീവർ യൂണിറ്റിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഈ സിഗ്നൽ അല്പസമയത്തിന് ശേഷം വീണ്ടും ലോയിലേക്ക് പോകും. ഇത് ലോയിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി ആക്ട് ബൈ ദ റിസീവർ യൂണിറ്റ് പെട്ടെന്ന് ഈ ഡാറ്റാ ബസ്സിനിൽ നിന്നുള്ള ഡാറ്റ റീഡ് ചെയ്യും. സോ അണ്ടിൽ ദിസ് ഇൻ്റർവെൽ ഡാറ്റ വിൽ ബി അവൈലബിൾ ഇൻ ദ ഡാറ്റാ ബസ്. അതിന് ശേഷമായിരിക്കും ഇതിന് ഡാറ്റ പിന്നെ എന്ത് ചെയ്യുക, ഡാറ്റ ഡിസേബിൾ ആയി പോകുന്നത്. പിന്നെ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റില്ല. നൗ ദ സിസ്റ്റം ഈസ് റെഡി ഫോർ അനദർ ഒരു സെക്കൻഡ് ബൈറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം ദ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇതിനെയാണ് സോഴ്സ് ഇനീഷ്യേറ്റഡ് IO മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ ഇനീഷ്യേറ്റഡ് IO ആണെങ്കിൽ എന്താണ്? സോ ഇൻ ദിസ് കേസ് ദ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് ആക്ടിവേറ്റ്സ് സ്ട്രോബ് പൾസ്. സോ ഡാറ്റയും സ്ട്രോബ് പൾസും കൊടുക്കുന്നത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ദ സോഴ്സ് യൂണിറ്റ് റെസ്പോൺസ് ബൈ പ്രൊവൈഡിങ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റാ ബസ്. സോ ആദ്യം ഇവിടെ പ്രോസസ്സറാണ് ഡാറ്റ അങ്ങോട്ടേക്ക് കൊടുക്കുക, സ്ട്രോബ് അങ്ങോട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഡെസ്റ്റിനേഷനാണ് ഇങ്ങോട്ടേക്ക് ഡാറ്റ സിഗ്നൽ കൊടുക്കുക. സോ വെനെവർ ദ ഡെസ്റ്റിനേഷൻ നീഡ് സം ഡാറ്റ ഇറ്റ് ഇൻഫോം ദ പ്രോസസ്സർ, ഇൻഫോം ദ മാസ്റ്റർ ദാറ്റ് ഐ നീഡ് ഡാറ്റ. ഇത് കിട്ടുമ്പോൾ ആയിരിക്കും ഡാറ്റാ ബസ്സിൽ ഡാറ്റ അവൈലബിൾ ആയിട്ടുണ്ടാവുന്നത്. So the resource unit responds by providing the data on the data bus. അപ്പോൾ സോഴ്സ് യൂണിറ്റിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് ഒരു സ്ട്രോബ് സിഗ്നൽ കൊടുക്കും. സ്ട്രോബ് സിഗ്നൽ കിട്ടുമ്പോൾ സോഴ്സിന് മനസ്സിലാകും സോ ഡെസ്റ്റിനേഷൻ ഈസ് റിക്വസ്റ്റിംഗ് ദ ഡാറ്റ. അപ്പോൾ ഡാറ്റാ ബസ്സിലേക്ക് മാസ്റ്റർ ഡാറ്റ പ്ലേസ് ചെയ്യും. സോ ഡെസ്റ്റിനേഷൻ റീഡ്സ് ദ ഡാറ്റ. പ്ലേസ് ചെയ്തതിന് ശേഷം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മൾ IO യൂണിറ്റ് ഡാറ്റ റീഡ് ചെയ്തതിന് ശേഷം സ്ട്രോബ് സിഗ്നൽസിനെ ലോ ആക്കി കളയും അല്ലെങ്കിൽ ഡിസേബിൾ ആക്കി കളയും. ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇനീഷ്യേറ്റഡ് IO എന്ന് പറയുന്നത്. സോ ടൈമിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. ആദ്യം സ്ട്രോബ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരിക. സ്ട്രോബ് നമ്മളെ ഡെസ്റ്റിനേഷൻ കൊടുക്കുമ്പോൾ അത് സോഴ്സിന് അത് കിട്ടും. സോഴ്സ് അതിന് ശേഷമായിരിക്കും ഡാറ്റ പ്ലേസ് ചെയ്യുന്നത്. ദെൻ സ്ട്രോബിൽ നിന്ന് ഡാറ്റ ഹൈയിൽ നിന്ന് ആക്ടിവേറ്റ് നിന്ന് ഡിയാക്റ്റിലേക്ക് പോകുമ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നമ്മളുടെ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് ഡാറ്റ റിസീവ് ചെയ്യും. സോ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഡെസ്റ്റിനേഷൻ ഇനീഷ്യേറ്റഡ് സ്ട്രോബ് മെക്കാനിസം. സോ സ്ട്രോബ് മെക്കാനിസം രണ്ട് തരമുണ്ട്, സോഴ്സ് ഇനീഷ്യേറ്റഡ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഇനീഷ്യേറ്റഡ്.
പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ സ്ട്രോബ് ബേസ്ഡ് സിങ്ക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. സോ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻ സോഴ്സ് ഇനിഷ്യേറ്റഡ് സ്ട്രോബ് എന്താണ് പ്രശ്നം? ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ഡെസ്റ്റിനേഷൻ ഹാസ് റീഡ് ദ ഡാറ്റ. സോഴ്സിൽ നിന്ന് ഡാറ്റ ഇനിഷ്യലൈസ് ചെയ്തു, ഡാറ്റ പ്ലേസ് ചെയ്തു, നമ്മൾ ഡെസ്റ്റിനേഷനിൽ റിസീവ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുള്ളൂ. അത്രയും സമയത്തിനുള്ളിൽ നമ്മുടെ റിസീവർ ഡാറ്റ റീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനിൽ പ്രോസസ്സർ അടുത്ത ഓപ്പറേഷനിലേക്ക് പോകും. അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഒരു ഷുവറിറ്റി എൻ്റെ അകത്തില്ല. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് സോഴ്സിലും ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് സോഴ്സ് ഹാസ് പുട്ട് ദ ഡാറ്റ. സോഴ്സ് ഡെസ്റ്റിനേഷൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സോഴ്സ് ഡാറ്റ പുട്ട് ചെയ്തോ ഡാറ്റ പ്ലേസ് ചെയ്തോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പില്ല. ദർ ഈസ് നോ ഷുവറിറ്റി. അതാണ് നമ്മളുടെ സ്ട്രോബ് മെക്കാനിസത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യുന്ന മെത്തേഡായിരിക്കും അടുത്ത് പറയാൻ പോകുന്ന ഹാൻഡ് ഷേക്ക്ഡ് IO മെത്തേഡ് എന്ന് പറയുന്ന സിങ്ക്രണസ് IO മെത്തേഡ്. ഹാൻഡ് ഷേക്ക്ഡ് IO മെത്തേഡ്. ഹാൻഡ് ഷേക്ക്ഡ് IO മെത്തേഡിൽ ഒരു സ്ട്രോബിന് പകരം ഒരു കമാൻഡ് ലൈൻസിന് പകരം രണ്ട് കൺട്രോളിംഗ് ലൈൻസ് ഉണ്ടായിരിക്കും ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ. ദിസ് മെത്തേഡ് സോൾവ് ദ പ്രോബ്ലംസ് വിച്ച് ഇസ് പ്രോബ്ലംസ് ഇൻ സ്ട്രോബ് മെക്കാനിസം. ഇൻ സ്ട്രോബ് മെത്തേഡ് by introducing a second control signal that provides a reply to the unit that two-wire control initiates the transfer. So രണ്ട് കൺട്രോൾ ലൈൻസ് ഉണ്ടായിരിക്കും, രണ്ട് സ്ട്രോബിന് ഇക്വലൻ്റ് ആയിട്ട് സിഗ്നൽസ് ഉണ്ടായിരിക്കും, രണ്ടും രണ്ട് ഡയറക്ഷനിലായിരിക്കും. ഒന്ന് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക്, ഒന്ന് ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്ക്. ഇങ്ങനെയുള്ള രണ്ട് അക്നോളജ്മെൻറ്റ്. സോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് ഒരു സിഗ്നൽ കിട്ടുമ്പോഴായിരിക്കും ഞാൻ അടുത്ത ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് പഠിപ്പിക്കുക. അതുപോലെ തന്നെ പ്രോസസ്സർ ഡാറ്റ സെൻഡ് ചെയ്യും, റിസീവറിന് ഇൻഫോം ചെയ്യും. റിസീവർ ഡാറ്റ റീഡ് ചെയ്യും, പ്രോസസറിന് തിരിച്ച് റിട്ടേൺ അക്നോളജ്മെൻറ്റ് കൊടുക്കും ഐ ഹാവ് റിസീവ്ഡ്. അതിനുശേഷമായിരിക്കും അടുത്ത ഡാറ്റ ഓപ്പറേഷൻ നടക്കുന്നത്. ഈ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഹാൻഡ് ഷേക്ക് സിഗ്നലിംഗ്, ഹാൻഡ് ഷേക്കിംഗ് അസിങ്ക്രണസ് IO എന്ന് പറയുന്നത്. വൺ കൺട്രോൾ ലൈൻ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോ അതേ ഡയറക്ഷനിലായിരിക്കും ഒരു കൺട്രോൾ ലൈൻസ്, ബട്ട് ദ അതർ വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ സോഴ്സ് യൂണിറ്റ് ടു ഇൻഫോം ദ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് വെദർ ദർ ആർ എ വാലിഡ് ഡാറ്റ ഓൺ ഇൻ ദ ഡാറ്റ ബസ്. സോ ഡാറ്റ ബസ്സിൽ നമ്മുടെ പ്രോസസ്സർ ഉണ്ടായിരിക്കും, നമ്മുടെ ഡാറ്റ ബസ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് IO. ഈ സെയിം ഡയറക്ഷനിൽ ഒരു കമാൻഡ് ഈ ഡാറ്റാ ബേസിലേക്ക് പ്രോസസ്സർ ഡാറ്റ റൈറ്റ് ചെയ്തതിന് ശേഷം ഈ കമാൻഡ് പൾസ് അങ്ങോട്ടേക്ക് കൊടുക്കും. ഈ പൾസ് റിസീവറിൽ കിട്ടുമ്പോൾ ഡാറ്റാ ബേസിൽ എന്താണോ ഡാറ്റ ഉള്ളത് അത് IO ഡിവൈസ് റീഡ് ചെയ്യും. റീഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ പ്രോസസ്സറിലേക്ക് റിസീവറിൽ നിന്ന് ഒരു സിഗ്നൽ വരും, ഐ ഹാവ് കംപ്ലീറ്റഡ് ദ ഡാറ്റ ഓപ്പറേഷൻ. അത് കിട്ടിക്കഴിയുമ്പോൾ പ്രോസസ്സറിന് മനസ്സിലാകും ഡാറ്റ ഓപ്പറേഷൻ വാസ് സക്സസ്. ദ അതർ കൺട്രോൾ ലൈൻ ഇസ് ഇൻ ദ അതർ ഡയറക്ഷൻ ഫ്രം ദ ഡെസ്റ്റിനേഷൻ ടു ദ സോഴ്സ്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് ടു ഇൻഫോം ദ സോഴ്സ് വെദർ ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ദ ഡാറ്റ. അപ്പോൾ ഈ റിട്ടേൺ സിഗ്നൽ കിട്ടിയാൽ മാത്രമാണ് അടുത്ത ഓപ്പറേഷന് വേണ്ടിയിട്ട്, അടുത്ത ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മളെ സിസ്റ്റം റെഡി ആയോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഓപ്പറേഷനാണ് ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സിഗ്നൽസ് ഫ്ലോ ഡയഗ്രം അല്ലെങ്കിൽ ടൈമിംഗ് ഡയഗ്രം കാണിച്ചിരിക്കുന്നത്. നമുക്ക് സോഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആദ്യം ഡാറ്റ ബസ്സിലേക്ക് നമ്മളെ പ്രോസസ്സർ അല്ലെങ്കിൽ സോഴ്സ് ഡാറ്റാ ബേസിലേക്ക് എന്താണോ ഡാറ്റ കൊടുക്കേണ്ടത് ആ ഡാറ്റയെ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യും. അപ്പോൾ ആ സെയിം ആഫ്റ്റർ എ സ്മോൾ ഇൻ്റർവൽ, ഒരു ചെറിയൊരു ഡിലേക്ക് ശേഷം ആയിരിക്കും ഡാറ്റ വാലിഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ഈ ഡ്യൂറേഷൻ കംപ്ലീറ്റ് നമ്മളുടെ പ്രോസസ്സർ ഡാറ്റ ഇതിന് അഡ്രസ് ബേസിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടാകും. ഈ സെയിം ഇൻസ്റ്റൻറ്റിൽ തന്നെ നമ്മൾ ഈ വാലിഡ് എന്ന് പറയുന്ന സിഗ്നൽ റിസീവറിലും കിട്ടും. റിസീവറിന് മനസ്സിലാകും ഡാറ്റ ബസ് അവൈലബിൾ ആണ്, ഡാറ്റ അവൈലബിൾ ആണ്. സോ ഡാറ്റ അവൈലബിലിറ്റി ഉള്ളതിനനുസരിച്ച് നമ്മളുടെ ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ ഡാറ്റ ബസ്സിൽ നിന്ന് നമ്മളുടെ IO ഡിവൈസ് റീഡ് ചെയ്തതിന് ശേഷം ഡാറ്റ അക്സെപ്റ്റഡ് എന്ന് പറയുന്ന പൾസ് ഹൈ ആയിട്ട് പോകും. ഈ ഡാറ്റ അക്സെപ്റ്റഡ് ഹൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സമയത്തേക്ക് നമ്മളുടെ ഡാറ്റ ബസ്സിലേക്ക് പ്രോസസ്സർ ഡാറ്റ റീറ്റെയിൻ ചെയ്യും. ആഫ്റ്റർ ദെൻ ഇറ്റ് വിൽ ഗോ ടു ലോ സ്റ്റേറ്റ്. ഡാറ്റ വാലിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ലോയിലേക്ക് പോകും. ദെൻ ഈ ഡാറ്റ വാലിഡിറ്റി അല്ലെങ്കിൽ റിസീവറിലേക്കുള്ള സിഗ്നൽ ഡീആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം അല്പം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ഡാറ്റ അക്സെപ്റ്റഡ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റൻ്റ് ആയിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ മെക്കാനിസം കംപ്ലീറ്റ് ആയി എന്ന് പ്രോസസ്സറിനെ അല്ലെങ്കിൽ മാസ്റ്ററിനെ ഇൻഫോം ചെയ്യുന്നത്. സോ ഇത് ലോയിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ അടുത്ത നെക്സ്റ്റ് ഡാറ്റ പ്രോസസ്സർ അല്ലെങ്കിൽ മാസ്റ്റർ ഡാറ്റാ ബസ്സിലേക്ക് റൈറ്റ് ചെയ്യുള്ളൂ. സോ ഈ ഹൈ ലോ ട്രാൻസിഷൻ ദ ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ ഈസ് നെസസറി ഫോർ ഇനിഷ്യേറ്റിംഗ് ദ നെക്സ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ.
ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഹാൻഡ് ഷേക്കിംഗ് IO മെത്തേഡ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ദ സോഴ്സ് യൂണിറ്റ് ഇനിഷ്യേറ്റ്സ് ദ ട്രാൻസ്ഫർ ബൈ പ്ലേസിംഗ് ദ ഡാറ്റ ഓൺ ദ ബസ് ആൻഡ് എനേബിൾ ദ ഡാറ്റ വാലിഡ്. സോ ഡാറ്റ ബസ്സിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യും, ഡാറ്റ വാലിഡ് എന്ന് പറയുന്ന കമാൻഡും കൊടുക്കും. ദ ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ ഈസ് ആക്ടിവേറ്റഡ് ബൈ ദ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് ആഫ്റ്റർ ടു അക്സെപ്റ്റ് ദ ഡാറ്റ ഫ്രം ദ ബസ്. ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ ഹൈ ആകും, ദെൻ ഇപ്പോൾ ഡാറ്റ റീഡ് ചെയ്യുന്ന സമയത്ത് ദ സോഴ്സ് യൂണിറ്റ് ദെൻ ഡിസേബിൾസ് ദ ഡാറ്റ സിഗ്നൽ വിച്ച് ഈസ് ഇൻവാലിഡേറ്റ്സ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ബസ്. സോ ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ കിട്ടുമ്പോൾ ഡാറ്റ വാലിഡ് സിഗ്നൽ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന ഡെസ്റ്റിനേഷനിലേക്കുള്ള സിഗ്നൽസ് എല്ലാം ഡീആക്ടിവേറ്റ് ആകും. അപ്പോൾ ആ ഡീആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ ബസ്സിലുള്ള ഡാറ്റ പ്രോപ്പറായിട്ടുള്ള ഡാറ്റ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് ഡാറ്റ പ്രോസസ്സർ IO ഡിവൈസ് റീഡ് ചെയ്തിരിക്കണം. ദ ഡെസ്റ്റിനേഷൻ യൂണിറ്റ് ദെൻ ഡിസേബിൾസ് ഇറ്റ്സ് ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ ആൻഡ് ദ സിസ്റ്റം ഗോസ് ഇൻ ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ദ സോഴ്സ് ഡസ് നോട്ട് സെൻഡ് നെക്സ്റ്റ് ഡാറ്റ ആയിട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമ്മളുടെ റിസീവറിൽ നിന്നുള്ള ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ ഹൈയിൽ നിന്ന് ലോയിലേക്ക് ആയാൽ മാത്രമേ until after the destination unit shows its readiness to accept the new data by disabling its data accepted signal. ഈ ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽ ഡിസേബിൾ ആയാൽ മാത്രമേ പ്രോസസ്സർ അല്ലെങ്കിൽ മാസ്റ്റർ അടുത്ത ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് കൊടുക്കുള്ളൂ. സോ ഇതാണ് നമ്മളുടെ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഫ്ലോഗ്രാഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം ചെയ്യുന്ന എന്താണ്? പ്ലേസ് ഡാറ്റ ഓൺ ദ ബസ്, എനേബിൾ ഡാറ്റ വാലിഡ്. ഡാറ്റ ബസ്സിലേക്ക് ഡാറ്റ പ്ലേസ് ചെയ്യും, ഡാറ്റ വാലിഡ് ഹൈ ആയിട്ട് കൊടുക്കും. ഡാറ്റ വാലിഡ് ഹൈ ആയിട്ട് കൊടുക്കും. ഈ ഡാറ്റ വാലിഡും ഡാറ്റ ബസ്സും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അക്സെപ്റ്റ് ദ ഡാറ്റ ഫ്രം ദ ബസ്, എനേബിൾ ഡാറ്റ അക്സെപ്റ്റഡ്. ഡാറ്റ അക്സെപ്റ്റഡ് എനേബിൾ ആകും അല്പം കഴിയുമ്പോൾ. ദെൻ എനേബിൾ ഡാറ്റ അക്സെപ്റ്റ് ആകുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആയിരിക്കും. സോ ഡിസേബിൾ ഡാറ്റ വാലിഡ്. സോ ഡാറ്റ വാലിഡ് ഇത് വന്നതിന് ശേഷമായിരിക്കും എനേബിൾ ഡാറ്റ വാലിഡ് എന്ന് പറയുന്നത് ഈ സിഗ്നൽ ലോ ആയിട്ട് പോകുന്നത്. ലോ ആയിട്ട് പോയതിന് ശേഷം ഇൻവാലിഡേറ്റ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ബസ്. ആ സമയം കൊണ്ട് നമ്മുടെ ഡാറ്റ റിസീവർ കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഈ ഹൈ പൾസിനെ റിസീവർ എന്ത് ചെയ്യും? ലോ ആക്കി വിടും. ഇത് ലോ ആക്കി വിട്ടാൽ മാത്രമേ വീണ്ടും ഇത് അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ട് റെഡി ആവുള്ളൂ. ഇതാണ് നമ്മളുടെ ഇൻ്റർഫേസിംഗ് യൂണിറ്റ് അസിൻക്രണസ് ഹാൻഡ് ഷേക്കിംഗ് IOയിൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇത് സോഴ്സ് ഇനിഷ്യേറ്റഡ് ആണ്. ഇതേപോലെ തന്നെയായിരിക്കും ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് ഓപ്പറേഷനും. ടൈമിംഗ് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ സെയിം തന്നെയായിരിക്കും. ഓക്കെ, സോ യു റെഫർ ടു ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഹൗ ദ ഓപ്പറേഷൻ ഈസ്. നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റിൽ പറയാനുള്ളത് സിൻക്രണസ് IOയും അസിൻക്രണസ് IOയും തമ്മിലൊരു കമ്പാരിസൺ ആണ്. സിലബസ് പറഞ്ഞത് സിൻക്രണസ് വേഴ്സ് അസിൻക്രണസ് IO എന്നാണ്. ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രം. സോ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട്സ് വിത്ത് ബ്ലോക്ക് ഹെഡർ വിച്ച് ഹോൾഡ്സ് എ സീക്വൻസ് ഓഫ് ബിറ്റ്സ്. അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് ഓഫ് ഡാറ്റയെ സിൻക്രണസ് IOയിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് യൂസസ് ഡാറ്റ വാലിഡ് ഫോളോയിങ് എ ക്യാരക്ടർ ആൻഡ് ഡാറ്റ അക്സെപ്റ്റ്. ഓരോ ക്യാരക്ടറിനും ഡാറ്റ വാലിഡ് ആൻഡ് ഡാറ്റ അക്സെപ്റ്റഡ് സിഗ്നൽസ് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരിക്കും നമ്മൾ അസിൻക്രണസ് IO ഓപ്പറേറ്റ് ചെയ്യുന്നത്. സെൻസ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ബ്ലോക്ക് or frames പറഞ്ഞു കഴിഞ്ഞു. It sends one byte of character, one byte of data at a time. Synchronizations present with the same clock pulse. നമ്മൾ പറഞ്ഞു സിൻക്രണസിൽ നമുക്ക് സെയിം ക്ലോക്ക് പൾസ് ആയിരിക്കും സിൻക്രണൈസേഷനിൽ ഉപയോഗിക്കുന്നത്. നോ സിൻക്രണൈസേഷൻ സിഗ്നൽസ്, സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ ഒരു കോമൺ ആയിട്ടുള്ള സിൻക്രണൈസേഷൻ പൾസ് ഉണ്ടാവില്ല. ദെൻ ട്രാൻസ്മിഷൻ സ്പീഡ് ഈസ് ഫാസ്റ്റ് ബട്ട് ദ ട്രാൻസ്മിഷൻ സ്പീഡ് ഈസ് സ്ലോ ഇൻ സിൻക്രണസ് IO. സോ ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ഫാസ്റ്റ് ആയിരിക്കും, ട്രാൻസ്മിഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. ഇത് കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ഇവിടെ സിസ്റ്റം ഓപ്പറേഷൻ സ്ലോ ആയിരിക്കും, ഇവിടെ സിസ്റ്റം ഓപ്പറേഷൻ ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ ഫാസ്റ്റ് ആണ്, ഇവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ സ്ലോ ആണ്. സോ these are the points about the comparisons between synchronous IO and asynchronous IO.